വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ജൂൺ 15 എല്ലാ റോഡുകളും തുറക്കുമെന്ന്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? അവിടെ പോയി നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന്. എന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ജൂൺ 15 ഞങ്ങൾ എല്ലാ റോഡും തുറക്കാൻ പോവുകയാണെന്ന്. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. ഈ വരുന്ന എത്രയാ 20 ദിവസം 25 ദിവസം കൊണ്ട് എങ്ങനെ പണി പൂർത്തിയാക്കാനാണ് ഇത്രയും നാൾ ഇഴഞ്ഞു നീങ്ങിയിട്ട്? ഒരു മര്യാദയല്ലേ ഗോപി? ഇപ്പോൾ ഈ മഴ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പോവുകയാണോ? ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? ഓ അത് ശരി, ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. എങ്ങനെയാണ് ഈ പറയുന്ന 10-15 ദിവസത്തിനുള്ളിൽ തീരുന്നത്? ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. നീ പോലെ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഇവൻ ആരുടെ കാര്യം പറയണേ? സ്മാർട്ട് സിറ്റിയുടെ പണി കഴിഞ്ഞ മാർച്ചിൽ തീർക്കുമെന്നായിരുന്നല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. അവിടെ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. എങ്ങനെയാണ് നഗരത്തിൽ ശരിയായ രീതി? ഇപ്പൊ മേയർക്ക് എന്താണ് പറയാനുള്ളത്? പറയാനൊന്നുമില്ല. ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ മേയർ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? റോബോട്ട് എവിടെ പോയി? ഇതൊക്കെ പറയേണ്ട ആളാണ്. കുട്ടി മിണ്ടത്തില്ല. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, പൊട്ടനാ. ഞാൻ ചോദിക്കുന്നത്, ഈ മഴ വരുമ്പോ മാത്രം മേയർക്ക് തിരക്ക് എന്ന് പറഞ്ഞ മഴയ്ക്ക് മുമ്പാണ് മേയർക്ക് തിരക്ക് വരേണ്ടത്. എന്താ ഉറക്കം വരുന്നു? മേയർ അന്വേഷിച്ചോ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം നടത്താത്തത്? ഞങ്ങളൊക്കെ ചോദിക്കുമ്പോ പറയാം 50% കഴിഞ്ഞു, 70% കഴിഞ്ഞു, 90% കഴിഞ്ഞു എന്നാ പറയുന്നത്. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ട് ബുദ്ധിയാണല്ലേ? മഴ വരുമ്പോ ഞാൻ തിരക്കിലാണ്, ഞാൻ മഴയത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കാര്യമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ. മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? അതെ മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഇപ്പോഴും SFI കാരിയാണെന്നാണ് വിചാരം. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ.